അധികാരം നിലനിർത്താൻ ഏതു വളഞ്ഞ വഴിയും സ്വീകരിക്കുന്ന ബി.ജെ.പിയെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ശാസിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഏറ്റെടുത്ത ആദ്യ നാളുകൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള നിരവധിയായ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിക്കുന്ന ഹർജികൾ അദ്ദേഹം സ്വീകരിക്കാതിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം നിലനിന്നിരുന്നു. അത് ബി.ജെ.പിക്ക് അനുകൂലമായ തീരുമാനമെടുക്കുന്നത് കൊണ്ടാണെന്നും സുപ്രീം കോടതി ബി.ജെ.പിയുടെ വഴിയെ പോവുകയാണെന്നും കേന്ദ്ര സർക്കാരിന്റെ കളിപ്പാവയായി സുപ്രീം കോടതി വരെ അമിത്ഷാ മാറ്റിയിരിക്കുന്നു എന്നുമായിരുന്നു തലക്കെട്ടുകൾ പലതും വന്നത്. സുപ്രീം കോടതിയുടെ വിശേഷങ്ങളെ പ്രശംസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റും ആഘോഷവും അട്ടഹാസവും തുടങ്ങി. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സൂര്യകാന്ത് ആരായിരുന്നു, എന്തായിരുന്നു എന്നതും അദ്ദേഹത്തിന്റെ രീതികൾ എങ്ങനെയൊക്കെയാണെന്നും ബി.ജെ.പി നേതാക്കൾക്കും സാധാരണക്കാർക്കും മനസ്സിലാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിൽ അദ്ദേഹം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി പുറപ്പെടുവിച്ച വിധികൾ സംബന്ധിക്കുന്ന വിഷയത്തിൽ ആധികാരികമായ പഠനം നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. വളരെ ഭംഗിയായി യാഥാർത്ഥ്യബോധത്തോടുകൂടി ഒട്ടും ഇമോഷണൽ അല്ലാതെ തന്നെ വിധി പുറപ്പെടുവിക്കുന്നതിൽ അഗ്രഗണ്യനായ ഒരു വ്യക്തി തന്നെയാണ് സൂര്യകാന്ത്. നേരത്തെ ഇരുന്ന ചീഫ് ജസ്റ്റിസുമാരായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെയും ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെയും പാത പിന്തുടരാൻ ഏറ്റവും അനുയോജ്യനായ പിൻഗാമിയെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയാം. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആനുകൂല്യങ്ങൾ ഏറെ നൽകി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പല കാര്യങ്ങളിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിരുന്നു. വിവരാവകാശ നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡേറ്റകൾ റിട്രീവ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്നും നിശ്ചിത ദിവസത്തിനുള്ളിൽ ഡേറ്റകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നാലും അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോയിരുന്നു. ഇതൊരു പക്ഷേ സാധാരണക്കാർക്ക് ദഹിക്കുന്നതായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാത രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കില്ല. അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് സർക്കാരിനെ സഹായിക്കാനല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മറിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനാണ് എന്നാണ്. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായത് പിൻവാതിലിൽ കൂടിയാണെന്നും പറഞ്ഞ് പച്ചക്കള്ളം വരെ അടിച്ചുവിട്ടു. വാസ്തവത്തിൽ പ്രഥമ ഇന്ത്യൻ രാഷ്ട്രപതി എന്ന പട്ടം ജവഹർലാൽ നെഹ്റുവിനെ ചാർത്തി കൊടുക്കുന്നതിൽ മഹാത്മാഗാന്ധിയും മറ്റ് സ്വാതന്ത്ര്യ സമര നേതാക്കളും വലിയ പങ്കാണ് വഹിച്ചത്. ചരിത്രത്തെ വളച്ചൊടിച്ച് ചരിത്ര പുസ്തകങ്ങൾ അവർ സർക്കാർ രൂപീകരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാറ്റിമറിക്കുന്നവർക്ക് ഏത് രീതിയിലുള്ള തോന്നിയവാസവും പ്രചരിപ്പിക്കാം. എന്നാൽ സുപ്രീം കോടതിയെ കൂടി കരിവാരിത്തേക്കാമെന്ന് വിചാരിച്ചെടുത്ത് അവരുടെ കണക്കൂട്ടലുകൾ പലതും തെറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.